ഓക്കെ, നമസ്കാരം ഫ്രണ്ട്സ്. ഇന്നത്തെ ഈ സൂം മീറ്റിംഗ് നമുക്കിവിടെ ആരംഭിക്കാം. കാരണം സമയം ഏകദേശം 8:15 എങ്കിലും ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഡെഫി NFT എന്ന ഒരു പ്രോഗ്രാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇന്നത്തെ ഈ ഒരു സൂം മീറ്റിംഗിൽ ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ എത്രമാത്രം നമുക്ക് ലാഭം ഓരോ ദിവസവും നേടാൻ പറ്റും എന്നതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. ആദ്യമായിട്ട് ഈ പ്രൊജക്ടിനെ കുറിച്ച് പറയാം. ഇത് 100% ഡീസെൻട്രലൈസ്ഡ് പ്രൊജക്ട് ആണ്, 100% ട്രാൻസ്പെറന്റ് ആണ്. ഇതിനകത്ത് നടക്കുന്ന ഓരോ ട്രാൻസാക്ഷൻസും നമുക്ക് ബ്ലോക്ക് ചെയിനിൽ വെരിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന 100% പ്രോഫിറ്റും ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്ര ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ടീമാണ്. ഇത് കംപ്ലീറ്റ് അവർ ബ്ലോക്ക് ചെയിനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു മാനേജ്മെന്റ് ഇല്ല, അല്ലെങ്കിൽ ഒരു കൺട്രോൾ ഇല്ല. ഇത് ഫുള്ളി ഓൾറെഡി കോഡഡ് ആണ്. അതിനുശേഷം ബ്ലോക്ക് ചെയിനിൽ കോഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങൾ അത് റീറൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇതിനകത്ത് ഒരേ ഒരു കാര്യം മാത്രമാണ് അവർക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നത്, NFT വിലയിലുള്ള മാറ്റം മാത്രം. മുമ്പോട്ട് വരുന്ന സമയത്ത് കമ്മ്യൂണിറ്റി കൂടുന്നതനുസരിച്ച് NFT വിലയിൽ കൂടുതൽ വിലയിലുള്ള NFT അപ്ലോഡ് ചെയ്യാൻ പറ്റും. അത് മാത്രമാണ് അതിനകത്ത് കോഡിങ്ങിലുള്ളത്. ബാക്കി കംപ്ലീറ്റ് കാര്യങ്ങൾ റൈറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതൊരിക്കലും ഇനി മാറ്റാനും പറ്റാത്ത ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആണ്. ഇതിനൊരു ഓണർഷിപ്പ് ഇല്ല, 100% ട്രാൻസ്പെറന്റ് ആണ്. ഇന്നത്തെ ഈ ഒരു സൂമിൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നുണ്ടാവും. ഒട്ടും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വെൽക്കം ടു ഡെഫി NFT മാർക്കറ്റ് പ്ലേസ്. ഇവിടെ ഒരു വെൽക്കം മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഡെഫി NFT ഈസ് എ ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം റെവല്യൂഷനൈസിംഗ് ഡിജിറ്റൽ ഓണർഷിപ്പ് ആൻഡ് ക്രിയേറ്റർ compensation. Artist and easily mint NFT, list them for sale and earn recurring royalties automatically with every secondary sale. Powered by smart contract, DeFi NFT eliminates middleman and ensure fair, transparent revenue for creators, collectors, and community alike. DeFi NFT is a truly decentralized NFT marketplace, meaning there is no central authority or human intervention. Every action from minting and listing to selling and royalty distribution is governed entirely by smart contract, ensuring transparency, security and fairness for all users. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്. ഇതിനകത്തൊരു ഹ്യൂമൻ അതോറിറ്റി ഇതിനകത്ത് ഇനി കൈ കടത്താൻ പറ്റത്തില്ല. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സ്മാർട്ട് കോൺട്രാക്റ്റിൽ റിട്ടേൺ ആണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പണം നഷ്ടപ്പെടുമെന്ന് പേടിക്കേണ്ട കാര്യമില്ല. വേറൊരു തേർഡ് പാർട്ടി അടിച്ചെടുത്തുകൊണ്ട് പോകുമെന്ന് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള പല പ്ലാറ്റ്ഫോമിലും നമ്മുടെ വാലറ്റിൽ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ ഫണ്ട് നമ്മുടെ വാലറ്റിൽ തന്നെ സൂക്ഷിച്ചാൽ മതിയാവും. ഏത് സമയത്താണ് നമ്മൾ NFT ബൈ ചെയ്യേണ്ടത് ആ സമയത്ത് മാത്രം നമുക്ക് നമ്മുടെ വാലറ്റിൽ നിന്ന് ഫണ്ട് പോകും. NFT സെല്ലായാൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമ്മുടെ ക്യാപിറ്റലും നമ്മുടെ പ്രോഫിറ്റും നേരെ നമുക്ക് നമ്മുടെ വാലറ്റിലേക്ക് വരും. വിഡ്രോവലിന്റെ ഒരു സെക്ഷൻ ഇവിടെ ഇല്ല. എബൌട്ട് അസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ എ ടീം ഓഫ് ബ്ലോക്ക് ചെയിൻ enthusiasts, ഡെവലപ്പേഴ്സ് ആൻഡ് ഡിസൈനേഴ്സ് ഡെഡിക്കേറ്റഡ് ടു ക്രിയേറ്റിംഗ് എ നെക്സ്റ്റ് ജനറേഷൻ NFT മാർക്കറ്റ് പ്ലേസ്. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മഹാരാഷ്ട്ര ബേസ്ഡ് ആയിട്ടുള്ള മഹാരാഷ്ട്രയുടെ പല ഭാഗത്തു നിന്നുള്ള ഒരു ടീമാണ് ഇതിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതിന്റെ 100% ട്രാൻസ്പെറന്റ് ആണ്. അവർക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയ ചെറിയ ചെറിയ റോയൽറ്റികൾ മാത്രമാണ് അവർക്ക് ഇതിനകത്ത് ലഭിക്കുന്നത്. About NFT, DeFi NFT marketplace is a platform that enables users to buy, sell and trade non-fungible tokens directly with one another without the need for a central authority or intermediary. ഇത് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. The DeFi NFT will change the way we live in the digital world. NFT യെ കുറിച്ച് നമുക്കറിയാം. നിരവധി NFT കളുണ്ട്. അവരുടെ വിഷൻ എന്താണ്, മിഷൻ എന്താണ്, നമ്മുടെ PDF എല്ലാവരും കണ്ടിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ്. ഇനി കീ ഫീച്ചേഴ്സിൽ പറഞ്ഞിരിക്കുന്ന സെൻട്രലൈസേഷൻ, സ്മാർട്ട് കോൺട്രാക്ട്, ചെറിയ ഫീസാണ്. അതായത് ഇതിന്റെ OP-BNB നെറ്റ്വർക്കിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്രീസിയേഷൻ, റോയൽറ്റീസ്, സീംലെസ് NFT ക്രിയേഷൻ ആൻഡ് ലിസ്റ്റിംഗ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെയും പഠിക്കാനുള്ളത്. NFT OP-BNB നെറ്റ്വർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ചെറിയൊരു ഫീസ് മാത്രമേ ഇതിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. NFTയുടെ ബേസ് വാല്യൂ എന്ന് പറയുന്നത് $25 ആയിരിക്കും. അതിനുശേഷം ഓരോ പ്രാവശ്യവും ഓരോരുത്തരുടെ ബയ്യേഴ്സ് വരുന്ന സമയത്ത് നമ്മളൊരു ബൈ ചെയ്തു, ഓൺ ദ സ്പോട്ടിൽ തന്നെ അതിനെ സെല്ലിന് വേണ്ടി ലിസ്റ്റ് ചെയ്യും. 5% അപ്രീസിയേഷൻ ആയിരിക്കും. അതായത് $25 ഒരു NFT ആണെങ്കിൽ അതിന്റെ 5% എന്ന് പറഞ്ഞാൽ $1.25 വില കൂട്ടി, അതായത് $26.25 വില കൂട്ടിയാണ് ലിസ്റ്റ് ചെയ്യുന്നത്. അടുത്തൊരു വ്യക്തി ആ NFT വാങ്ങുമ്പോൾ പ്രീവിയസ് ആരുടെയിലാണോ ഇത് ഹോൾഡ് ഇരുന്നത് അവർക്ക് അവരുടെ $25 ക്യാപിറ്റലും ആ 1.25%ന്റെ 60%, അതായത് 75 സെന്റ്, അതും അവർക്ക് ഓൺ ദ സ്പോട്ടിൽ അവരുടെ വാലറ്റിലേക്ക് തിരിച്ചു വരുന്നതാണ്. ഇനി ഇവിടെ സബ്സ്ക്രിപ്ഷൻ പാക്കേജിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 15 ആണ് മിനിമം. $15 സബ്സ്ക്രിപ്ഷൻ ആണ്. ഏതൊരു വ്യക്തി ഈ സിസ്റ്റത്തിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ആദ്യം അവർക്ക് 15ന്റെ മാത്രമാണ് വാങ്ങാൻ പറ്റുള്ളൂ.
അവർക്ക് ഒരു ദിവസം $250 വരെയുള്ള ട്രേഡ് നടത്താൻ പറ്റും. അത് എങ്ങനെയാണ് ട്രേഡ് നടത്തുന്നതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇനി $50 സബ്സ്ക്രിപ്ഷൻ ആണ് എടുക്കുന്നത്. അതായത് 15-ന് ശേഷം പിന്നെ 50-ന്റെയാണ് പിന്നെ ബൈ ചെയ്യേണ്ടത്. രണ്ടാമത് ബൈ ചെയ്യുമ്പോൾ അവർക്ക് $500 വരെ ഒരു ദിവസം ട്രേഡ് ചെയ്യാൻ പറ്റും. അവരുടെ ക്യാപിറ്റൽ ഒരു $30-35 ആണെങ്കിൽ പോലും പല പ്രാവശ്യം അവർക്ക് ബൈ ചെയ്യുന്നത് എങ്ങനെയാണോ ഒരെണ്ണം സെല്ലായാലും ഉടനെ ഓൺ ദ സ്പോട്ടിൽ തന്നെ അവരുടെ റിട്ടേൺ ക്യാപിറ്റൽ വരും, അന്നേരം വീണ്ടും മേടിക്കാം. അങ്ങനെ കൂടുതൽ സമയമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി $100 സബ്സ്ക്രിപ്ഷൻ ആണ് എടുക്കുന്നത് എങ്കിൽ $1000 വരെ ഡെയിലി ട്രേഡ് ചെയ്യാൻ പറ്റും. $200 സബ്സ്ക്രിപ്ഷൻ ആണ് എടുക്കുന്നത് എങ്കിൽ $2000 വരെ ഡെയിലി ട്രേഡ് ചെയ്യാം. $400 സബ്സ്ക്രിപ്ഷൻ ആണ് എടുക്കുന്നത് എങ്കിൽ അവർക്ക് $4000 വരെ ഡെയിലി ട്രേഡ് ചെയ്യാൻ പറ്റും. ഇനി $600 സബ്സ്ക്രിപ്ഷൻ ആണ് എടുക്കുന്നെങ്കിൽ $6000 വരെയാണ്. $800 സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ $8000 വരെ. $1000 സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ $10000 വരെ ഒരു ദിവസം ട്രേഡ് ചെയ്യാൻ പറ്റും. ഇനി 1500 ആണെങ്കിൽ $15000 വരെ ഒരു ദിവസം ട്രേഡ് ചെയ്യാം. $2500 സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ $25000 വരെ. ഇപ്പൊ നമ്മൾ ഇതിലേക്കൊന്നും കൂടുതൽ ചിന്തിക്കേണ്ട, നമ്മുടെ ഏറ്റവും മിനിമം ആയിട്ടുള്ള ഇതിലെ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് 250-ന്റെ ക്യാപ്പിംഗ് പോരാ എങ്കിൽ മാത്രം നമുക്ക് 50-ലേക്ക് പോകാം. 50 എടുത്തു കഴിഞ്ഞാൽ $500 വരെ നമുക്ക് ട്രേഡ് ചെയ്യാം. ഇനി അതും പോരാ, അതിലും കൂടുതൽ നമുക്ക് സമയമുണ്ട്, കമ്മ്യൂണിറ്റി കൂടുതലുണ്ട്, നമ്മൾ വാങ്ങിയ ഉടനെ തന്നെ സെല്ലായി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് 100-ലേക്ക് പിന്നെ പോകാം. അങ്ങനെ ഏറ്റവും ചെറിയതിൽ നിന്ന് നമുക്ക് വലുതിലേക്ക് ചെറിയ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. ഇനി ടൈപ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഇവിടെ സബ്സ്ക്രിപ്ഷൻ ഡയറക്റ്റ് ഇൻകം ഉണ്ട്, സബ്സ്ക്രിപ്ഷൻ ലെവൽ ഇൻകം ഉണ്ട്, NFT ട്രേഡിംഗ് ഇൻകം ഉണ്ട്, NFT ട്രേഡിംഗ് ലെവൽ ഇൻകം ഉണ്ട്. സബ്സ്ക്രിപ്ഷൻ ഇൻകം എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ട ഈ ഒരു സബ്സ്ക്രിപ്ഷൻ പാക്കേജ് 15, 50, 100, 200, 400, 600, 800 എന്നുള്ള ഇതാണ് സബ്സ്ക്രിപ്ഷൻ. ഇതും 100% ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതാണ് സബ്സ്ക്രിപ്ഷന്റെ ഡയറക്റ്റ് കമ്മീഷൻ എന്ന് പറയുന്നത് എത്രയാണെന്ന് നെക്സ്റ്റ് ചാർട്ടിൽ കാണിക്കാം. സബ്സ്ക്രിപ്ഷൻ ലെവൽ ഇൻകം ഉണ്ട്. അതുപോലെ തന്നെ NFT നമ്മൾ ബൈ ചെയ്യുന്നു, അടുത്തൊരു വ്യക്തി നമ്മൾ സെല്ലിലേക്ക് പോകുന്നു, അടുത്തൊരു വ്യക്തി അത് ബൈ ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്ക് വരുന്ന ഒരു പ്രോഫിറ്റ് ഉണ്ട്. 5% അപ്രീസിയേഷൻ എന്ന് പറയുന്ന ആ ഒരു 5%-ഉം 100% ഡിസ്ട്രിബ്യൂഷൻ ആണ്. ആരുടെ കയ്യിലാണ് ഹോൾഡ്, അവർക്ക് കിട്ടേണ്ട എത്ര പെർസെന്റേജ് ആണ്, താഴെയുള്ള 15 ലെവലുകളിൽ എത്രയാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്, ഇതിന്റെ ക്രിയേറ്ററിന് എത്രയാണ് പോകേണ്ടത്, ഇതിന്റെ സ്മാർട്ട് കോൺട്രാക്റ്റിൽ എത്രയാണ് പോകുന്നത്, എല്ലാ കാര്യങ്ങളും വളരെ ട്രാൻസ്പെറന്റ് ആണ്. ഇൻകം ബ്രേക്ക് ഡൗൺ, അതായത് സബ്സ്ക്രിപ്ഷനെ കുറിച്ചാണ് നമ്മൾ അവിടെ ആദ്യം പറയുന്നത്. സബ്സ്ക്രിപ്ഷൻ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് നമ്മളുകൊണ്ട് ഏതൊരു സബ്സ്ക്രിപ്ഷൻ പാക്കേജ് ആണ് $15 അല്ലെങ്കിൽ $50, $100. എക്സാമ്പിൾ നമുക്ക് $100 കാൽക്കുലേഷൻ വെക്കാം. $100 ഒരു സബ്സ്ക്രിപ്ഷൻ ഒരാൾ വാങ്ങുന്നുണ്ടെങ്കിൽ ആരാണ് അദ്ദേഹത്തെ സ്പോൺസർ, അദ്ദേഹത്തെ ആരാണ് റെഫർ ചെയ്തത്, ആ വ്യക്തിക്ക് ആ 100-ന്റെ 20% അദ്ദേഹത്തിനായിരിക്കും കിട്ടുന്നത്. അതായത് തൊട്ട് അപ്ലൈനായിരിക്കും കിട്ടുന്നത് 20%. അപ്പം $20 സ്പോൺസറിനായിരിക്കും ലഭിക്കുന്നത്. പിന്നെ 65%, 100-ൽ 65% എന്ന് പറഞ്ഞാൽ $65. അത് ഈക്വലി ഡിസ്ട്രിബ്യൂഷൻ ആണ് 15 ലെവലുകളിലേക്ക്. അപ്പൊ $65 15 ലെവലുകളിലേക്ക് ഈക്വലി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. പിന്നെയുള്ള 15%, അതായത് ടോട്ടൽ 100%. അപ്പൊ ഇവിടെ രണ്ടിടത്തും കൂടെ 85% ആയി. റിമൈനിങ് ഉള്ള 15% സബ്സ്ക്രിപ്ഷൻ എമൗണ്ടിലെ പ്രൊജക്ട് ക്രിയേറ്ററിനാണ് പോകുന്നത്. അതായത് NFT ഈ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്ത് അവർക്കാണ് 15% പോകുന്നത്. ഇനി അതായത് 100% അവിടെ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടുണ്ട്. ഇനി NFT ബൈയിങ് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് ഓരോ NFTയും നമ്മൾ പർച്ചേസ് ചെയ്താൽ ഓൺ ദി സ്പോട്ടിൽ അത് ലിസ്റ്റിംഗിലേക്ക് പോകും. 5% വില കൂട്ടിയാണ് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ 5% അപ്രീസിയേഷൻ ഉണ്ടാവും. ആ 5%, അതായത് $5 ഒരു എക്സാമ്പിൾ പറയാം. $5 ആണ് അപ്രീസിയേഷൻ പോകുന്നത്. അത് 100-ന്റെ ഒരു NFT ആണ് നമുക്ക്. $105 വിൽക്കുമ്പോൾ $5 ആണ് അവിടെ അപ്രീസിയേഷൻ ആയിട്ടുള്ളത്. ഈ $5-ൽ 60% എന്റെ NFT-യുടെ ഓണർ, അതായത് ഏത് വ്യക്തിയാണ് ആദ്യം അത് വാങ്ങിയത്, അദ്ദേഹത്തിന് ക്യാപിറ്റലും ഈ 5% അപ്രീസിയേഷൻ ആയിട്ടുള്ള അതും അതിൽ നിന്ന് 60%. അപ്പം $5-ന്റെ 60% എന്ന് പറയുന്നത് $3. എക്സാമ്പിൾ ആണ് പറയുന്നത് മനസ്സിലാകുന്നതിന് വേണ്ടി. അപ്പൊ $3 അദ്ദേഹത്തിന്റെ ക്യാപിറ്റലുള്ള $100 ഓൺ ദി സ്പോട്ട് അദ്ദേഹത്തിന്റെ വാലറ്റിലേക്ക് തിരിച്ചു പോകും. വിഡ്രോ സെക്ഷൻ ഇവിടെ ഇല്ല. 100% വളരെ ട്രാൻസ്പെറന്റ് ആണ്. ഇനി 60% പോയി. പിന്നുള്ള 20% NFT ട്രേഡിംഗ് ലെവൽ ഇൻകം 15 ലെവലുകളിലേക്ക് 20% ഡിസ്ട്രിബ്യൂഷൻ ആകും. അതായത് $5-ൽ $3 ആരാണോ ഹോൾഡർ അവർക്ക് പോയി, അല്ലെങ്കിൽ NFT-യുടെ ഓണറിന് പോയി. പിന്നീടുള്ള 20% എന്ന് പറയുന്നത് $1. $1 15 ലെവലുകളിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഇനി അതിന്റെ 50 സെന്റ് എന്ന് പറയുന്നത് 10% ആണ്. 50 സെന്റ് ഇതിന്റെ സിസ്റ്റം ക്രിയേറ്ററിന് പോകും. അതായത് ഈ ഒരു NFT പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത വ്യക്തിക്ക്
50 സെന്റ് പോകും. $5 ഒരു പ്രോഫിറ്റ് അവിടെ ജനറേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതിൽ 50 സെന്റ് ഈ സിസ്റ്റം ക്രിയേറ്ററിന് പോകും. പിന്നീടുള്ള 50 സെന്റ് NFT ക്രിയേറ്റ്, അതായത് ഇതിന്റെ സ്മാർട്ട് കോൺട്രാക്റ്റിലേക്കാണ് ബേണിംഗ് വാലറ്റ്. ബേണിംഗ് വാലറ്റിൽ എന്തിനാണ് ഇത് പോകുന്നതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇവിടെയും 100% ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇവിടെ കമ്മ്യൂണിറ്റിയാണ് ബൈ ചെയ്യേണ്ടത്. മറ്റുള്ള കമ്പനി ബൈബാക്ക് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടും ബൈബാക്ക് ചെയ്യാതിരുന്ന പോലെ ഇവിടെ ബൈബാക്കിന്റെ ഒരു സിസ്റ്റം ഇല്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. കമ്മ്യൂണിറ്റിയാണ്, വളരെ ട്രാൻസ്പെറന്റ് ആണ്. ഇനി അടുത്ത പേജിലേക്ക് നമുക്ക് പോകാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ സബ്സ്ക്രിപ്ഷൻ ഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്നത് 20% ആണ്. ആദ്യം തന്നെ അത് പറഞ്ഞു. 20% ആണ് ഡയറക്റ്റ് ഇൻകം. നമ്മൾ ഒരു വ്യക്തിയെ റെഫർ ചെയ്യുന്നു, നമ്മൾ ഒരാളെ റെഫർ ചെയ്യുന്നു, അദ്ദേഹത്തിനകത്ത് ജോയിൻ ചെയ്യുന്നു. അദ്ദേഹം ഒരു $15 അതിന്റെ സബ്സ്ക്രിപ്ഷൻ ആണ് എടുക്കുന്നത്, എക്സാമ്പിൾ ആണ് എങ്കിൽ അതിന്റെ $15 20% എന്ന് പറയുന്നത് $3. ആരാണോ റെഫർ ചെയ്ത് ആ വ്യക്തിക്കായിരിക്കും പോകുന്നത്. ഇനി നമ്മളൊരു 10 മെമ്പേഴ്സിനെ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ആ 10 പേരും $15 സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് $30. അതിന്റെ കാൽക്കുലേഷൻ അങ്ങനെയാണ്. ഇനി കൂടുതൽ ഹയർ സബ്സ്ക്രിപ്ഷൻ പാക്കേജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ റിവാർഡ് ആണ് കിട്ടുന്നത്. ഇപ്പം എക്സാമ്പിൾ $100 ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ 20% $20. അങ്ങനെ വലിയ പാക്കേജ് ആണെങ്കിൽ വലിയ റിവാർഡ് കിട്ടും. ഇനി NFT ട്രേഡിംഗ് ഇൻകം ഞാൻ പറഞ്ഞു 5% അപ്രീസിയേഷൻ ഉണ്ടാകും. അപ്രീസിയേഷൻ ആ എമൗണ്ടിന്റെ 60%, അതായത് 5 ആണെങ്കിൽ $3 എന്നുള്ള രീതിയിൽ. എക്സാമ്പിൾ ഇവിടെ പറയുന്നത് ബേസ് പ്രൈസ് ഇവിടെ $25 ആയിരിക്കും NFT ആദ്യം ഉണ്ടാകുന്നത്. $250 വരെ മാത്രമേ ഈ NFT വില പോകുള്ളൂ. അത് കഴിഞ്ഞാൽ അതിന് ബേൺ ആവും. അത് എങ്ങനെയാണെന്നും പറയാം. ഇവിടെ നമ്മൾ $25 ഒരു NFT പർച്ചേസ് ചെയ്യുമ്പോൾ അത് ഓൺ ദി സ്പോട്ട് 5% അപ്രീസിയേഷൻ ആയിട്ട് $26.25 വിലയിൽ ഇത് ലിസ്റ്റ് ചെയ്യും. അപ്പൊ അവിടെ $1.25 ആണ് അവിടെ പ്രോഫിറ്റ് കിട്ടുന്നത്, ജനറേറ്റ് ആകുന്നത്. അതായത് 5% അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ 1.25. അതിന്റെ 60% 75 സെന്റ് ആരുടെ ആണോ ഈ $25 NFT ആരുടെ ആയിരുന്നു അവർക്കായിരിക്കും ആ ഒരു എമൗണ്ട് പോകുന്നത്. ഇനി ഈ സൈക്കിള് നമുക്കിങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും. കമ്മ്യൂണിറ്റി കൂടുന്നതനുസരിച്ച് ഓരോരുത്തർ ഇത് ബൈ ചെയ്യും ഓൺ ദി സ്പോട്ട്, അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം വേറൊരു വ്യക്തി അത് ബൈ ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെ നിന്ന് അടുത്തൊരു വ്യക്തി ബൈ ചെയ്യും. അങ്ങനെ അതിന്റെ വിലയിൽ 5% അപ്രീസിയേഷനായി $250 വരെ മാത്രമേ ഇതിന്റെ മാക്സിമം വില എത്തുകയുള്ളൂ. $250 വിലയാകുമ്പോൾ ആർക്കാണ് ഈ ഹോൾഡ് ചെയ്ത്, ആരുടെ കയ്യിലാണ് $250 NFT ഇരുന്നത്, 250 കൂടുതൽ വിലയ്ക്ക് വിറ്റ് പോകത്തില്ല. എക്സാമ്പിൾ പറയാം, ഒരു $245 എത്തിയപ്പോഴാണ് ഒരു വ്യക്തി വാങ്ങുന്നത്. ആ ഒരു വ്യക്തി 245 വാങ്ങിയിട്ട് പക്ഷെ 250 വില എത്തുന്നില്ല. അപ്പൊ ഒരു $5 ഡിഫറൻസ് ഉണ്ട് 250 വരെയാകാനായിട്ട്. അപ്പോഴാണ് നമ്മളിവിടെ ഒരു ബേണിംഗ് വാലറ്റിലേക്ക് ചെറിയൊരു എമൗണ്ട് ഇതിന്റെ സബ്സ്ക്രിപ്ഷനിൽ പോകുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ബേണിംഗ് വാലറ്റിലേക്ക് ട്രേഡിംഗ് പ്രോഫിറ്റിന്റെ ഒരു 10% പോകുന്നത് നമ്മൾ ആദ്യം പറഞ്ഞു. ആ ഒരു 10% സ്മാർട്ട് കോൺട്രാക്റ്റിലാണ്. ആ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്നുള്ള ഒരു $5 ഇതിന് കവർ ആവും. അതായത് $245 അതിന് ശേഷം ഒരാൾ ബൈ ചെയ്യുന്നു, പക്ഷെ അത് സെല്ലിലേക്ക് പോകുന്നില്ല, കാരണം ഫർദർ 250-ന്റെയാണ്. അപ്പൊ എന്ത് ചെയ്യും, ഇതിന്റെ അത് സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്ന് $5 ആഡ് ചെയ്ത് 250 ആയിട്ട് ഈ NFT ഹോൾഡ് ചെയ്ത വ്യക്തിക്ക് $25 വാല്യൂയിലുള്ള 10 NFT കിട്ടുകയും ഈ $250 NFT ബേൺ ആകുകയും ചെയ്യും. അപ്പൊ 250 കൂടുതൽ വിലയിൽ ഇത് പോകുന്നില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ നമ്മൾ ഒരുപക്ഷെ ഓർക്കും ചെറിയൊരു എമൗണ്ട് വരെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളല്ലോ, വലിയ കൂടി NFT ഇല്ലെന്ന്. ഇതിന്റെ അവസാനം ഞാൻ അതിന്റെ പവർ കാണിക്കാം എങ്ങനെയാണെന്ന്. അപ്പം $250 എത്തുന്ന സമയത്ത് ഇത് ബേൺ ആകുകയും ആരാണോ $250 NFT ഹോൾഡ് ചെയ്ത വ്യക്തിക്ക് $25 വീതം വിലയുള്ള 10 NFTകൾ കിട്ടും. ആ NFT വീണ്ടും ഇതേ രീതിയിൽ 5% അപ്രീസിയേഷൻ ആയിട്ട് പോകും. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിന് പുതിയതായിട്ടുള്ള NFT അഡീഷണൽ ആഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഓരോന്നും ഇങ്ങനെ സൈക്കിളായി മുമ്പിലെത്തി 250 ആകുമ്പോൾ വീണ്ടും ബേണാവും, താഴേന്ന് വരുന്നു. ഇങ്ങനെയാണ്. ഇനി കമ്മ്യൂണിറ്റി കൂടുന്ന സമയത്ത് ഇപ്പൊ ഏതൊരു സിസ്റ്റത്തിലാണെങ്കിൽ തുടക്ക സമയത്ത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ കാണുകയുള്ളൂ. പക്ഷെ ഇത് കമ്മ്യൂണിറ്റി കൂടുന്നതനുസരിച്ച് ഇതിലേക്ക് കൂടുതൽ NFT പർച്ചേസ് ഉള്ള ആളുകൾ വരുന്നോണ്ടിരിക്കും. ആ സമയത്ത് NFT $25 വാല്യുള്ള NFT ഒരുപക്ഷെ ആ സമയത്ത് $50 NFTയും ആഡ് ചെയ്തെന്ന് വരാം. അത് പക്ഷേ കമ്മ്യൂണിറ്റി കൂടുമ്പോഴാണ് അത് അങ്ങനെ വരുന്നത്. അപ്പൊ $50 NFT ആണെങ്കിൽ അതിന്റെ 10 ടൈംസ് വില മാത്രമാണ് എത്തുന്നത്. അപ്പൊ $500 വരെയുള്ള NFTകൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇനി കമ്മ്യൂണിറ്റി അതിലും കൂടുന്നുണ്ട്. $100 വിലയുള്ള ഒരു NFT ഫ്യൂച്ചറിൽ, ഇപ്പോഴല്ല, കമ്മ്യൂണിറ്റി കൂടുന്നതനുസരിച്ച് $100 വിലയുള്ള NFT വരികയാണെങ്കിൽ ആ ഒരു NFTക്ക് വില കൂടി $1000 വരെ എത്താം. അപ്പൊ നമുക്ക് അതിനിടയ്ക്കുള്ള NFTകളെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആദ്യം ഒരു ചെറിയൊരു ലെവലിൽ നിന്ന് നമുക്ക് തുടങ്ങി വലിയൊരു ലെവലിലേക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഡെഫി NFT എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഇൻകം ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് ഒരു ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത ഒരു ചാർട്ടാണിത്. ഈ PDF ഫുൾ കംപ്ലീറ്റ് ഞാൻ ചെയ്താണ്. ഇവര് തന്നിരുന്ന ഒരു ചാർട്ട് എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുമില്ല, ആ ഒരു ജസ്റ്റ് ഒരു പ്ലാൻ മാത്രമാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് കിട്ടിയതിന് ശേഷം ഞാൻ ഒരു രാത്രി മുഴുവൻ ഇരുന്ന് തയ്യാറാക്കിയ ഒരു PDF ആണിത്. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഇത്രയും ഞാൻ
വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. എക്സാമ്പിൾ സബ്സ്ക്രിപ്ഷൻ നമ്മൾ പറഞ്ഞതാണ്, ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇവിടെ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ ഈ ഒരു ചാർട്ടിലും 5% NFT പ്രൈസിലും അപ്രീസിയേഷൻ ആണെങ്കിൽ ഈ ഒരു ചാർട്ടിലും 15 ലെവലുകൾ വരെയാണ് ഇവിടെ ബെനിഫിറ്റ് കിട്ടുന്നത്. ഈ 15 ലെവലിലെ വരുമാനം നമുക്ക് നേടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ 5 ഡയറക്റ്റ് റെഫറൽ മതി. ഇനി നമുക്ക് ഒരു ഡയറക്റ്റ് റെഫറൽ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ഓൺലി 3 ലെവലുകൾ മാത്രമാണ് ഓപ്പൺ ആകുന്നത്. ഈ സൈഡിലാണെങ്കിലും അതേപോലെ തന്നെ സബ്സ്ക്രിപ്ഷനിലാണെങ്കിലും അതുപോലെ തന്നെ NFT പ്രൈസ് അപ്രീസിയേഷന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും നമുക്ക് ഒരാളെ പോലും റെഫർ ചെയ്തിട്ടില്ല എങ്കിൽ ലെവൽ ഇൻകം ഒന്നും ആർക്കും കിട്ടത്തില്ല, അത് എല്ലാവർക്കും അറിയാം. ഇനി നമ്മൾ ഒരാളെങ്കിലും റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 ലെവലുകൾ വരെ ഓപ്പൺ ആകും ഒരാളെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ. അതിനുശേഷം നമുക്ക് പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ 5 ഡയറക്റ്റ് റെഫറൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് 15 ലെവലുകൾ നമുക്ക് ഓപ്പൺ ആകുള്ളൂ. ഇപ്പൊ ഒരുപക്ഷെ ചോദിക്കാം 2 ഡയറക്റ്റ് റെഫറൽ ഉണ്ടെങ്കിൽ എത്രയാണ്? 2 ഡയറക്റ്റിലാണെങ്കിൽ നമുക്ക് ഈ 3 ലെവലുകൾ വരെ ആയിരിക്കും. 3 ഡയറക്റ്റ് റെഫറൽ ഉണ്ടെങ്കിൽ 3 ലെവൽ വരെയും 4 വരെയാണെങ്കിൽ 4 വരെ ആയിരിക്കും. പക്ഷെ നമുക്ക് 5 ഡയറക്റ്റ് റെഫറൽ ഉണ്ടെങ്കിൽ നമുക്ക് 15 ലെവലുകൾ വരെയുള്ള വരുമാനം നേടാൻ പറ്റും. ഇനി ഇതിന്റെ ലൈവ് ആയതിനു ശേഷമേ അറിയാൻ പറ്റുള്ളൂ ഇനി ഇതിനിടയ്ക്ക് ഈ 2 ഡയറക്റ്റ് റെഫറൽ ഉണ്ടെങ്കിൽ എത്ര വരുമെന്ന്. പക്ഷെ ഇതുവരെ അതിനകത്ത് PDF ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തും ഇങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ലൈവ് ആയതിനു ശേഷം നമുക്കറിയാൻ പറ്റും ഇതിനകത്ത് ഇനിയും 2 ഡയറക്റ്റ് റെഫറൽ ഉണ്ടെങ്കിൽ ഇനി 5 ലെവൽ വരെ ഓപ്പൺ ആകുമോ, അല്ലെങ്കിൽ ഇനി 3 ഡയറക്റ്റ് റെഫറൽ ഉണ്ടെങ്കിൽ 8 വരെ ഓപ്പൺ ആകുമോ എന്നതിനെ കുറിച്ച് അതിനൊരു ക്ലാരിഫിക്കേഷൻ ഇതുവരെ ആ PDF കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഞാനത് ഒന്നുകൂടെ ചോദിച്ച് അത് ക്ലിയർ ചെയ്യാം. അപ്പൊ അടുത്ത സമയത്തുള്ള സൂം മീറ്റിംഗിൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ PDF കണ്ട അതേ കാര്യങ്ങൾ ഞാൻ മാത്രമാണ് പറയുന്നത്. ഒരു ഡയറക്റ്റ് റെഫറൽ ആണെങ്കിൽ 3 ലെവലും 5 ഡയറക്റ്റ് ഉണ്ടെങ്കിൽ എല്ലാ ലെവലുകളും ഓപ്പൺ ചെയ്യുമെന്നാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇവിടെ നമ്മൾ പറഞ്ഞു ആദ്യം സ്പോൺസറിന് സബ്സ്ക്രിപ്ഷനകത്ത് 20% പോകുന്നുണ്ട്, സിസ്റ്റം ക്രിയേറ്ററിന് 15% പോകുന്നുണ്ട്. അതായത് ഈ NFT പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത ആ ക്രിയേറ്ററിന് പോകുന്നുണ്ട് 15 ലെവലുകളിലേക്ക് 65% ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് ഓരോ ആളുകൾ, ഇപ്പൊ ഞാൻ ഒരാളെ റെഫർ ചെയ്യുന്നു, ആ ആള് മറ്റൊരാളെ റെഫർ ചെയ്യുന്നു, ആ വ്യക്തി മറ്റൊരാളെ റെഫർ ചെയ്യുന്നു, അങ്ങനെ 15 ലെവലുകൾ ഇങ്ങനെ പോകുന്നു. അപ്പൊ ഈക്വൽ ആയിട്ടാണ് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. പെർസെന്റേജ് 65%നെ $65, ഇപ്പൊ 100 ആണെങ്കിൽ $65 15 ലെവലിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ ഒരു $4.3 വീതം 15 ലെവലുകളിലും ഡിസ്ട്രിബ്യൂഷൻ ആകും. ഇനി 5% അപ്രീസിയേഷന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അതേപോലെ തന്നെയാണ്. 60% NFT ഹോൾഡറിന്, സിസ്റ്റം ക്രിയേറ്ററിന് 10%, NFT ക്രിയേഷൻ ആൻഡ് ബേണിംഗിലേക്ക് ഞാൻ പറഞ്ഞു 245 എത്തുമ്പോൾ $5 ഈ ബേണിംഗ് വാലറ്റ്, അതാണ് ഈ 10%. അതിൽ നിന്നാണ് കവർ ചെയ്ത് ആ NFT ഹോൾഡറിന് 10 NFT-ലായിട്ട് തിരിച്ചു കിട്ടുന്നത്. അപ്പൊ ആ ഒരു ഡിഫറൻസ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് NFT ക്രിയേറ്റ് ബേണിംഗ് വാലറ്റിലേക്ക് 10% പോകുന്നത്. അപ്പൊ ഇത് 100% ട്രാൻസ്പെറന്റ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ലാഭം എന്ന് പറയുന്നത് ഈ 15 ലെവലുകളിലേക്ക് 20% മാറ്റുന്നത്. ആ 20%-ത്തിൽ 1-ാം ലെവലിൽ 25%, 2-ാം ലെവലിൽ 10%, 3-ാം ലെവലിൽ 10%, 4-ൽ 5%, 5-ൽ 5%, പിന്നീടുള്ള ലെവലിൽ 4.5% വീതം. അങ്ങനെയാണ് അത് കൊടുക്കുന്നത്. അതായത് ടോട്ടൽ 20% ആണ് വീണ്ടും തന്നെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. അങ്ങനെ ഇത് 100% അതിലും ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, ഇനി അടുത്ത ചാർട്ടിലേക്ക് പോകാം. ഇവിടെ സബ്സ്ക്രിപ്ഷൻ ലെവൽ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ അവരുടെ PDF ഇല്ലായിരുന്നു, ഞാൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ചാർട്ടൊക്കെ കൊടുത്തിരിക്കുന്നത്. ലെവൽ 1 ഇപ്പൊ നമ്മളാണ് ഈ മഞ്ഞക്കോളം കാണാൻ നമ്മളാണെങ്കിൽ നമ്മുടെ തൊട്ട് താഴെ ഒരു വ്യക്തി നമ്മൾ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലെവൽ 1-ലായിരിക്കും. അതിനുശേഷം ആ വ്യക്തി 1-ാമത്തെ ലെവലിൽ ഒരു വ്യക്തി 2-ാമത്തെ ലെവലിൽ റെഫർ ചെയ്യുന്നു, ആ വ്യക്തി 3-ാമത്തെ ആളിനെ റെഫർ ചെയ്യുന്നു, ആ വ്യക്തി പിന്നെ ഒരാളിനെ റെഫർ ചെയ്യുന്നു. അങ്ങനെ താഴേക്ക് വരുന്നതാണ് ലെവലുകൾ, സബ്സ്ക്രിപ്ഷന്റെ ലെവൽ കൗണ്ട് ചെയ്യുന്നത്. പക്ഷേ ട്രേഡിംഗ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെയല്ല. ഇവിടെ 2/2 മാട്രിക്സ് ആണ്. അപ്ലൈന്റെ വർക്ക് കൊണ്ട് താഴെയുള്ള ടീമിനൊക്കെ ബെനിഫിറ്റ് കിട്ടും. കാരണം ഓട്ടോ ഫില്ലാണ്. അപ്ലൈന്റെ വർക്ക് കൊണ്ട് എക്സാമ്പിൾ ഞാനിവിടെ ആദ്യം റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര ഡയറക്റ്റ് മെമ്പേഴ്സ് വരുന്നുണ്ട്, അതെന്റെ ലെഫ്റ്റില് റൈറ്റില് പിന്നീട് ഏത് എക്സ്ട്രീം ലെഫ്റ്റിലേക്ക് വരും, പിന്നെ അത് റൈറ്റിലേക്ക് പോകും. ഇങ്ങനെ ഓരോ ലെവൽ എവിടെയാണോ വേക്കൻസി ഉള്ളത് അവിടെ അത് ഫില്ലാകും. ഇനി ഇടയ്ക്ക് താഴെയുള്ള ആരെങ്കിലും റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ താഴെ തന്നെ വരും. പിന്നെ അവർക്ക് പിന്നെ ഇതേപോലുള്ള ട്രീ താഴേക്ക് ജനറേറ്റ് ആകും. അപ്പോൾ ഓട്ടോഫില്ലാണ് ഇവിടെ കംപ്ലീറ്റ് 100% ഇവിടെ ഓട്ടോഫില്ലാണ്. ഓട്ടോഫില്ലിന്റെ വരുമാനം നമുക്ക് നേടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ 3 ലെവലുകൾ വരെ, ഇവിടെ ഞാൻ കൊടുത്ത ലെവൽ 1, ലെവൽ 2, ലെവൽ 3 വരെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലെയും വരുമാനം നേടണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരാളെങ്കിലും റെഫർ ചെയ്താൽ 3 ലെവൽ വരെ കിട്ടും. ഇനി താഴേക്ക് ട്രീ ഇറങ്ങുന്നുണ്ട്, കൂടുതൽ ആളുകൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് 15 ലെവലുകളിലെ വരുമാനം നേടാം. അതും ഓട്ടോഫില്ലാണ്. താഴെയൊക്കെ നമ്മുടെ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. ഇവിടെ പ്രത്യേകിച്ച് കണ്ടീഷൻ ഇതാണ്,
ഒരു ഡയറക്ട് റെഫറിലെ മാത്രമേ ഉള്ളെങ്കിൽ 3 ലെവലുകൾ വരെയും 5 ഡയറക്ടർ ഉണ്ടെങ്കിൽ 15 ലെവലുകൾ വരെയും കിട്ടുന്നതാണ്. ഇവിടെ ക്രോസ് ലൈനിലേക്ക് പോകത്തില്ല. കാരണം ഉദാഹരണമാണ് ഈ 4ാമത്തെ നമ്പറിലുള്ള വ്യക്തി ഒരാളെ റെഫർ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവിടെ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ ഇതിലേക്ക് പോകത്തില്ല, ഇദ്ദേഹത്തിന്റെ താഴെ മാത്രമാണ് പോകുന്നത്, ക്രോസ് ലൈനിലേക്ക് പോകില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അടുത്തത് സബ്സ്ക്രിപ്ഷന്റെ കാര്യം പറഞ്ഞു. സബ്സ്ക്രിപ്ഷന്റെ ഡിസ്ട്രിബ്യൂഷൻ, $15 ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, $50 ഡിസ്ട്രിബ്യൂഷൻ, 100 ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. സ്പോൺസറിന് 20% അതായത് 15ൽ $3 പോകുന്നുണ്ട്. സിസ്റ്റം ക്രിയേറ്ററിന് 15% പോകുന്നുണ്ട്, അതായത് 2.25 പോകുന്നുണ്ട്. 15 ലെവലുകളിലേക്കായിട്ട് 65% പോകുന്നുണ്ട്, അതായത് $9.75 ആണ് $15ന്റെ 65% എന്ന് പറയുന്നത്. അത് ഈക്വൽ ആയിട്ടാണ് ഈ 15 ലെവലുകളിലും ഡിസ്ട്രിബ്യൂഷൻ ആകുന്നത്. ഇനി $50ന്റെ സബ്സ്ക്രിപ്ഷൻ ആണ് എടുക്കുന്നത് എങ്കിൽ അതിന് 20% എന്ന് പറയുന്നത് $10 ആണ്. സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത ആ വർക്ക് പോകുന്നത് 7.5 പോകുന്നുണ്ട്. 15 ലെവലുകളിലേക്ക് $32.5 ആണ് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. അത് എല്ലാവർക്കും 2.16 വീതം. താഴെ ആരാണോ സ്പോൺസർ അവരുടെ തൊട്ട് ഇമ്മീഡിയറ്റ് അപ്ലൈൻ അങ്ങനെ അത് കിട്ടും. അപ്പൊ അങ്ങനെ ഓരോ പാക്കേജിലും അങ്ങനെ നമുക്ക് ആ വരുമാനം നേടാം. ഇനി NFT ബൈയിങ് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് NFT 5% അപ്രീസിയേഷനിലാണ് ലിസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ ആ 5% ഡിസ്ട്രിബ്യൂഷൻ ആണ് പറയുന്നത്. അതായത് $25 NFT 26.25 വേറൊരു വ്യക്തി വാങ്ങുന്നു. അപ്പൊ 1.25 ആണ് ഇവിടെ പ്രോഫിറ്റ് വരുന്നത്. അതിൽ NFT ഹോൾഡറിന്, അതായത് $25 NFT ആരാണ് പർച്ചേസ് ചെയ്തത് അദ്ദേഹത്തിന് പോകുന്നുണ്ട് 75 സെന്റ്. പിന്നെ ഇതിന്റെ ക്രിയേറ്ററിനും സ്മാർട്ട് കോൺട്രാക്റ്റിലേക്കും 10% പോകുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് 10% സിസ്റ്റം ക്രിയേറ്ററിനും NFT ക്രിയേറ്റ് ചെയ്യുന്നതിനും ബേണിംഗ് വാലറ്റിലേക്കും 10%. അത് ടോട്ടൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒറ്റ ലൈനിൽ തന്നെ കൊടുത്താണ്. ഇങ്ങനൊന്നും ആയിട്ടുള്ള PDF ഇല്ലായിരുന്നു, ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇവിടെ കൊടുത്തിരിക്കുകയാണ് പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്. അപ്പൊ 25 സെന്റ് ആണ് ഇവരുടെ സിസ്റ്റം ക്രിയേറ്ററിനും അല്ലെങ്കിൽ സ്മാർട്ട് കോൺട്രാക്റ്റിലും പോകുന്നത്. പിന്നെ 15 ലെവലുകളിലേക്ക് 20% ആണ്. അപ്പൊ അവിടെയും 25 സെന്റ്. അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ 25 സെന്റിന്റെ 25% ഫസ്റ്റ് ലെവലിലും 10% സെക്കൻഡ് ലെവലില്, തേർഡ് ലെവലിലും 10%. അങ്ങനെ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷനും 100% ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അങ്ങനെ ഓരോ സിസ്റ്റത്തിലും ഓരോ വില കൂടുമ്പോൾ, ഓരോ പ്രാവശ്യം വില കൂടുമ്പോഴും അതിലുള്ള 5% അപ്രീസിയേഷൻ ആയിട്ടുള്ള വിലയിലെ 60% ആരുടെയിലാണ് ഹോൾഡ് അവർക്ക് പോവുകയും ബാക്കിയുള്ളത് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഈക്വൽ അല്ല, ഈ പറഞ്ഞ ചാർട്ട് പ്രകാരം ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. സബ്സ്ക്രിപ്ഷനിൽ മാത്രമേ ഉള്ളൂ 15 ലെവലിൽ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആകുന്നത്. ഇനി ഇതിന്റെ വില കൂടി ഏകദേശം $235 ആയി. അതിന് ശേഷം വില വിൽക്കാനിടുന്ന എത്ര, 247 വിൽക്കാനിടുന്നു. 247 ഇവിടെ ബൈ ചെയ്യാനായിട്ട് വേറെ ആള് ആയിരിക്കത്തില്ല വരുന്നത്. കാരണം ഈ ഒരു 27 വരുന്നറിനെ ഇവരുടെ കയ്യിൽ നിന്ന് കമ്പനി, അല്ലെങ്കിൽ ഈ സിസ്റ്റം, കമ്പനി എന്ന് പറയാൻ പറ്റത്തില്ല, ഈ ഒരു സിസ്റ്റം എന്ത് ചെയ്ത് $2.35 ആഡ് ചെയ്തിട്ട് 250 വിലയാക്കും. 250 വിലയാക്കിയിട്ട് ഈ സമയത്ത് ആരുടെ കയ്യിലാണത് ഹോൾഡ് ഇരുന്നത് ആ ഒരു വ്യക്തിക്ക് $25 വാല്യൂയിലുള്ള 10 NFTകൾ ഡിസ്ട്രിബ്യൂഷൻ ആകും. ആ 10 എണ്ണം ഫർദർ കമ്മ്യൂണിറ്റിയിലെ ആളുകൾ ബൈ ചെയ്യുമ്പോൾ ഓരോന്നിനും 75 സെന്റ് വീതം കിട്ടും. അപ്പൊ 10 എണ്ണത്തിന് 75 സെന്റ് എന്ന് പറയുമ്പോൾ $7.5 അവർക്ക് കിട്ടും. ആ 10 എണ്ണം ആ ഫർദർ ആളുകൾ മേടിക്കുമ്പോൾ. അപ്പൊ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. വളരെ പെർഫെക്റ്റ് ആണ്. നമുക്ക് റിസ്ക് ഇല്ല, ലയബിലിറ്റി ഇല്ല. നമുക്ക് ഒരാളോടും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുള്ള ആളുകൾ ഇതിനകത്ത് വന്നുകൊണ്ട് എങ്ങനെയാണ് ഇതിനകത്ത് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നത് അതും നമുക്ക് നോക്കാം. പക്ഷേ കമ്മ്യൂണിറ്റി പ്രോഗ്രാം ആകുമ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാനാണ് ചെയ്യേണ്ടത്. പല സിസ്റ്റത്തിലും ആളുകൾ എന്ത് ചെയ്യും, വലിയ വലിയ തുകകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഒരു നഷ്ടം വരുമ്പോൾ ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ലോസുകൾ നമ്മൾ കാണാൻ പറ്റിയിട്ടുണ്ട്. പല പ്ലാറ്റ്ഫോമുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ലതെന്ന് കണ്ടതൊക്കെ നമ്മളെ കളിപ്പിച്ചു പോയ ചരിത്രങ്ങളാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് 100% സ്മാർട്ട് കോൺട്രാക്റ്റിലെ റിട്ടേൺ ആണ്. അതിന്റെ അനുസരിച്ച് കോഡിംഗ് ആണ്. ഇതിനകത്ത് ഒരു മാനിപ്പുലേഷനോ ഒന്നും ഇവിടെ നടക്കത്തില്ല. അങ്ങനെയാണ് ബ്ലോക്ക് ചെയിനിൽ ഒരു കാര്യം റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളത്. ഇനി NFT കമ്മ്യൂണിറ്റി കൂടുമ്പോൾ മാത്രം അതിനകത്ത് NFTയില് കൂടുതൽ വിലയുള്ള NFT ലിസ്റ്റ് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം മാത്രമാണ് ഇതിന്റെ ക്രിയേറ്ററിന് ഇതിനകത്ത് ഇനി ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ നമുക്ക് നമ്മുടെ ഒരു പൈസ പോലും അവർക്ക് എടുത്തുകൊണ്ട് പോകാനും പറ്റത്തില്ല. കാരണം നമ്മുടെ വാലറ്റിൽ നിന്നാണ് NFT പർച്ചേസ് ചെയ്യുന്നു, അവിടെ അത് ഹോൾഡ് ആകുന്നു, വേറൊരു വ്യക്തി വാങ്ങുന്നു, അപ്പൊ നമ്മുടെ ക്യാപിറ്റൽ ഉൾപ്പെടെ തിരിച്ചു വരുന്നു. അതാണ് ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദിസ് ഈസ് ദ പ്രോസസ്. നമ്മൾ ഈ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇവിടെ സക്സസ് എന്ന് പറഞ്ഞ ഇവർ ഓൾറെഡി പല NFT പ്രൊജക്ടുകളും ഇതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഓൾറെഡി പ്ലാറ്റ്ഫോമിൽ റണ്ണിങ് ആണ്. അപ്പൊ ടെക്നോളജിക്ക് അനുസരിച്ച് പുതിയ പുതിയ സിസ്റ്റം ഏതിലാണ് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് ആ രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം ഇപ്പൊ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇവരുടെ പല പ്ലാറ്റ്ഫോം ഓൾറെഡി പ്ലാറ്റ്ഫോമിൽ റണ്ണിങ് ആണ്. അപ്പം പലരും പലതാണ് പ്രൊമോഷൻ ചെയ്യുന്നത്. ഇപ്പൊ മാർക്കറ്റിലുള്ള പല പ്ലാറ്റ്ഫോമുകളും സ്മാർട്ട് കോൺട്രാക്ടുകൾ ഇതിന്റെ ക്രിയേറ്റർ എല്ലാം സിമിലർ ഒക്കെ ആകാനാണ് ചാൻസസ് കാണുന്നത്. ആരൊക്കെയാണ് നമുക്ക് പക്ഷെ അറിയാനും പറ്റത്തില്ല. ഓക്കെ, ഇത്രയുമാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഇതിനകത്തുള്ളത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ ആണ് ഇവിടെ പറയുന്നത്.
നമ്മൾ $15 സബ്സ്ക്രിപ്ഷൻ നമ്മൾ എടുക്കുന്നു എന്ന് വെക്കുക. നമുക്ക് ടോട്ടൽ $50 നമുക്ക് ക്യാപിറ്റൽ ഉള്ളൂ. $50 മാത്രം ക്യാപിറ്റൽ ഉള്ളൂ. $15 സബ്സ്ക്രിപ്ഷൻ എടുത്തു. നമുക്ക് ട്രേഡിംഗ് ക്യാപിറ്റൽ ആയിട്ട് $35 ഉണ്ടെന്ന് വെക്കുക. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ തയ്യാറാക്കിയ ഒരു ചാർട്ടാണിത്. ഇത് PDF ഇത് വന്നിട്ടില്ല. ഞാൻ അഡീഷണൽ ആയിട്ട് ഇന്ന് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് ഡെയിലി ക്യാപ്പിംഗ് എന്ന് പറയുന്നത് $15 സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ $250 വരെ ട്രേഡ് ചെയ്യാം. പക്ഷെ നമുക്ക് ട്രേഡിംഗ് ക്യാപിറ്റൽ നമുക്ക് $35 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് $35 ഏതെങ്കിലും ഒരു NFT വാങ്ങാം. ഉദാഹരണം ഞാൻ പറഞ്ഞു $25 നമ്മൾ വാങ്ങുന്നത്. നമുക്ക് ഈ $25 NFT ആദ്യ പ്രാവശ്യം വാങ്ങി അത് 26.25 വിൽക്കുന്നു. ആ സമയത്ത് 1.25 പ്രോഫിറ്റ് അവിടെ ജനറേറ്റ് ആകുന്നു. അതിൽ 75 സെന്റ് പ്ലസ് ഈ 25 അദ്ദേഹത്തിന് തിരിച്ചു വരുന്നു. വീണ്ടും അദ്ദേഹം 25 വീണ്ടും വാങ്ങുന്നു. കാരണം $35 അദ്ദേഹം ക്യാപിറ്റൽ ഉള്ളൂ. ഇത് ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞ് പിന്നെ വാങ്ങാൻ പൈസ ഇല്ല. അപ്പൊ വീണ്ടും 25 വാങ്ങുന്നു. അതും കമ്മ്യൂണിറ്റിയിൽ ഒരാൾ വീണ്ടും വാങ്ങുന്നു. അപ്പോഴും അദ്ദേഹത്തിന് 75 സെന്റ് കിട്ടുന്നു. അങ്ങനെ $250 ആകുന്നത് വരെ അദ്ദേഹത്തിന് ഒരു ദിവസം 25 മാത്രം ബൈ ചെയ്യുകയാണെങ്കിൽ പോലും 10 പ്രാവശ്യം അദ്ദേഹത്തിന് ബൈ ചെയ്യാം. കമ്മ്യൂണിറ്റി അനുസരിച്ച് അത് വേറൊരു വ്യക്തി 26 വാങ്ങുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പ്രോഫിറ്റ് കിട്ടും. ഇത് വളരെ ട്രാൻസ്പെറന്റ് ആണ്. അപ്പൊ $250 ക്യാപ്പിംഗ് ഇങ്ങനെയാണ്. അപ്പൊ എത്രയാണ്? $35 കൊണ്ട് ഒരു ദിവസം $7.5 വരെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. $35 മാത്രമേ കയ്യിലുള്ളൂ എങ്കിൽ പോലും ഇതേ വിലയുള്ള NFT നമുക്ക് അവിടെ അവൈലബിൾ ആണെങ്കിൽ അതുകൂടെ നോക്കണം. കാരണം ഒരെണ്ണം പർച്ചേസ് ചെയ്ത ഉടനെ സ്പോട്ട് അതിന്റെ വില കൂടി പോകുന്നുണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞാലും $35 NFT അദ്ദേഹം വാങ്ങുകയാണെങ്കിൽ പോലും $7.5 അദ്ദേഹത്തിന് ഒരു ദിവസത്തെ പ്രോഫിറ്റ് ആണ്. $35 ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രം. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, $35 ക്യാപിറ്റൽ അതിന്റെ $7.5 പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ എത്ര പെർസെന്റേജ് ആണ് അതിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്? ഏകദേശം 5% ഡെയിലി പ്രോഫിറ്റ് ആണ്. 5% ഡെയില് പ്രോഫിറ്റ് അദ്ദേഹത്തിന് ആവറേജ് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതായത് ഇതിന്റെ ഡബിൾ ആണെന്ന് വെക്കുക. 35 സ്ഥാനത്ത് നമുക്കൊരു 70 ആണെങ്കിൽ ഇത് എത്രയാണ്? $15 പ്രോഫിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്ക് അത്രയും എടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ക്യാപ്പിംഗ് നമുക്കിവിടെ ലിമിറ്റ് കുറവാണ്. ക്യാപ്പിംഗിന്റെ അത്രയും മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം $35 മാത്രം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് $7.5 ഒരു ദിവസം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇവിടെ വീണ്ടും രണ്ടാമത്തെ ഒരു ഇതിൽ പറഞ്ഞത് നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ. $50 മാത്രമാണ് നമുക്ക് കയ്യിലുള്ളൂ. $15 സബ്സ്ക്രിപ്ഷൻ എടുത്തു. $35 NFT വാങ്ങുന്നു. $35 നമുക്ക് ട്രേഡിങ്ങിനുണ്ട്. ഈ ട്രേഡിങ്ങിനുള്ള ഈ ഒരു എമൗണ്ട് നമുക്ക് ടോട്ടൽ എത്ര? $250 വരെ മാത്രമേ ഒരു ദിവസം ബൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് $33.50 NFT ആണ് നമുക്ക് അവിടെ കിടക്കുന്നത്. ഓരോരുത്തർ വാങ്ങി വില കൂടി ചെറിയ വിലയ്ക്ക് കയറിപ്പോയി. നമുക്ക് 33.50 35 താഴെയുള്ളത് ഏത് വേണേലും വാങ്ങാമല്ലോ നമ്മുടെ ക്യാപിറ്റലിനനുസരിച്ചുള്ള. അപ്പൊ ഒരു 6 പ്രാവശ്യം 33.5 നമുക്ക് അവൈലബിൾ ഉണ്ടെങ്കിൽ അത് വാങ്ങാം. റിമൈനിങ് എത്ര? $49 ഏകദേശം വരും. അതായത് 33.5 × 6 എന്ന് പറയുന്നത് $201 നമ്മുടെ കവറായി. നമുക്ക് ടോട്ടൽ ക്യാപ്പിംഗ് 250 മാത്രം. പിന്നെ 49 വില വരുമ്പോൾ നമുക്ക് അവിടെ NFT അവൈലബിൾ ഉള്ളതിൽ $47 വിലയിലുള്ള ഒരു NFT വീണ്ടും വാങ്ങാം. അങ്ങനെ വരികയാണെങ്കിൽ പോലും ഒരു ദിവസം അദ്ദേഹത്തിന് ഇത് മാത്രമായിട്ട് കാൽക്കുലേഷൻ ചെയ്താലും അങ്ങനെ തന്നെയാണ് വരുന്നത്. നമുക്ക് ഒരു $7.5 ഒരു ദിവസം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നമുക്ക് മിനിമം ഒരു $35 ട്രേഡിങ്ങിലുണ്ടെങ്കിൽ. ഓക്കെ, ഇനി അടുത്ത ചാർട്ടിൽ ഇവിടെ പറയുന്നത് നമുക്ക് $50 നമുക്ക് ടോട്ടൽ ഉള്ളൂ. സോറി, 50 അല്ല, ഇവിടെ നമുക്ക് $85. ഇവിടെ ചാർട്ട് കൊടുത്തിരിക്കുന്നത് തെറ്റിപ്പോയി. ഒരു $50 സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നു. ഇനി ട്രേഡിംഗ് ക്യാപിറ്റലായിട്ട് $35 മാത്രമേ ഉള്ളെന്ന് വെക്കുക. ഓക്കെ, അപ്പൊ ഏകദേശം എത്ര? നമുക്ക് ടോട്ടൽ 50 35 $85 നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പോലും, ഇവിടെ ഞാൻ 50 എഴുതിയ തെറ്റാണ്. നമുക്ക് എത്ര? $50 സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ $500 വരെ ഒരു ദിവസം ട്രേഡ് ചെയ്യാം. അപ്പം അദ്ദേഹത്തിന് $25 മാത്രം കിട്ടുന്നുണ്ടെന്ന് വെക്കുക. അവിടെ ഇത്രയും അവൈലബിൾ ആയിരിക്കത്തില്ല. ഒരാൾ ബൈ ചെയ്ത ഓൺ ദ സ്പോട്ട് അടുത്ത വിലയിലേക്ക് പോകും. എക്സാമ്പിളിന് വേണ്ടിയാണ്. ഇദ്ദേഹത്തിന് അപ്പം 20 എണ്ണം ഒരു ദിവസം പർച്ചേസ് ചെയ്യാൻ പറ്റും, 25 അവൈലബിൾ ഉണ്ടെങ്കിൽ പോലും. അപ്പൊ അദ്ദേഹത്തിന്റെ ട്രേഡിംഗ് ക്യാപിറ്റൽ $35 മാത്രമേ ട്രേഡിംഗ് ക്യാപിറ്റൽ ഉള്ളൂ. പക്ഷെ സബ്സ്ക്രിപ്ഷൻ മാത്രം ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ $500 ക്യാപ്പിംഗ് ഉണ്ട്. ഇവിടെ വരുമ്പം $35 മാത്രം ഇട്ട് പല NFT അതിന്റെ അകത്തുള്ള വിലയ്ക്കുള്ള ഏത് വേണമെങ്കിലും വാങ്ങാം. 25 27 28 31 34 ഒക്കെ വാങ്ങാം. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു ദിവസം $15 വരെയൊക്കെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഇതാണ് കമ്മ്യൂണിറ്റി കൂടുമ്പോഴുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ചാർട്ടിലേക്ക് നമുക്ക് പോകാം. ഇവിടെ കുറച്ചുകൂടെ വില കൂടിയതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ $50 സബ്സ്ക്രിപ്ഷൻ ആണ് ഒന്നാമത്തെ ചാർട്ട് ഇവിടെ കാണുന്നത്. പക്ഷെ നമുക്ക് ട്രേഡിംഗ് ക്യാപിറ്റൽ $100 ഉണ്ട്. അപ്പൊ നമുക്ക് ടോട്ടൽ $150 കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ പോലും നമുക്ക് 50ന്റെ ക്യാപ്പിംഗ് ലിമിറ്റ് എത്രയാ? $500. $500 വരെ നമുക്കിവിടെ
ട്രേഡ് ചെയ്യാം ഒരു ദിവസം. അപ്പൊ നമുക്ക് $100 ക്യാപിറ്റൽ ഉണ്ട് ട്രേഡ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഉദാഹരണമാണ്, ഒരു $98 അവിടെ അവൈലബിൾ ആണെങ്കിൽ അദ്ദേഹത്തിന് 4 പ്രാവശ്യം 98 വീതം വാങ്ങാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ അത് കുറഞ്ഞത് വേണമെങ്കിലും ഏത് വേണമെങ്കിലും അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഏത് വേണമെങ്കിലും വാങ്ങാം. എക്സാമ്പിൾ ആണ്, ഫ്യൂച്ചറിൽ കമ്മ്യൂണിറ്റി കൂടുന്നതനുസരിച്ച് ഇതിന്റെ വില കൂടി വരുമ്പോൾ അങ്ങനെ വാങ്ങുകയാണെങ്കിൽ പോലും $100 ക്യാപിറ്റലേ ഉള്ളൂ. 5ാമതൊരെണ്ണം കൂടെ ബൈ ചെയ്യുമ്പോൾ 102 അദ്ദേഹത്തിന് വാങ്ങാം. കാരണം $98 4 പ്രാവശ്യം ബൈ ചെയ്യുമ്പോൾ തന്നെ $392 അവിടെ യൂസ് ആകും. 500 ക്യാപ്പിങ്, 392 അവിടെ ആകും. പിന്നീടുള്ള $102 അവിടെ NFT അന്നേരം ഉണ്ടെങ്കിൽ അത് വാങ്ങാം, അല്ലെങ്കിൽ അത് ചെറുത് വാങ്ങാം. ചെറുത് വാങ്ങി എങ്ങനെയാണെങ്കിലും ഈ $100 ക്യാപിറ്റൽ ഉള്ള വ്യക്തിക്ക് പോലും $14-15 പ്രോഫിറ്റ് ഒരു ദിവസം നേടാൻ പറ്റും. അദ്ദേഹത്തിന്റെ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് കുറച്ച് കൂടിയത് കൊണ്ട്. അപ്പൊ $100 $15 ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 15% ഒരു ദിവസത്തെ ലാഭമാണ്. ഇനി ഈ റൈറ്റ് സൈഡിൽ കൊടുക്കുന്ന ചാർട്ടിൽ ഇതേ തന്നെയാണ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. ഇനി $50 സബ്സ്ക്രിപ്ഷൻ ആണ്. ട്രേഡിംഗ് ക്യാപിറ്റലായിട്ട് $50 മാത്രമേ ഉള്ളെന്ന് വെക്കുക. അപ്പൊ ടോട്ടൽ $100. പക്ഷെ സബ്സ്ക്രിപ്ഷൻ ആയതുകൊണ്ട് $500 വരെ പാക്കേജ് അദ്ദേഹത്തിന് ആക്റ്റീവ് ആണ്. $500 ക്യാപ്പിംഗ് ആക്റ്റീവ് ആണ്. അദ്ദേഹം 33.50 NFT അവിടെ അവൈലബിൾ ആണ്. പലരും മേടിച്ച് ഓരോരുത്തർ വാങ്ങുമ്പോൾ കൂടുതൽ വിലയ്ക്ക് വരുന്നുണ്ട്. അതിനകത്ത് ഒരു $13 വരെ അദ്ദേഹത്തിന് 13 പ്രാവശ്യം വരെ അദ്ദേഹത്തിന് 33 ബൈ ചെയ്യാം. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ക്യാപിറ്റലിലും കുറച്ച് പൈസ കൂടുതൽ വരുന്നുണ്ട്. പിന്നീടുള്ള ഒരു NFT $64 അദ്ദേഹത്തിന് റിമൈനിങ് ഉണ്ട്. കാരണം 500 ക്യാപ്പിംഗ് തികയണമെന്നുണ്ടെങ്കിൽ. അപ്പൊ അദ്ദേഹത്തിന് ക്യാപിറ്റലായിട്ട് ഈ 50 കൂടെ 13 പ്രാവശ്യമൊക്കെ ആകുമ്പോൾ $63 പ്രോഫിറ്റ് അവിടെ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ അതുകൂടെ ചേർത്ത് വേണമെങ്കിൽ അദ്ദേഹം ബൈ ചെയ്യുകയാണെങ്കിൽ ഏകദേശം $500 ക്യാപ്പിംഗ് ആകുകയും $15 പ്രോഫിറ്റ് അങ്ങനെയും നേടാൻ പറ്റും. ഇനി ഇവിടെ കാണുന്ന ഈ ചാർട്ടിലാണെങ്കിൽ $100 സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നെന്ന് വെക്കുക. $100 സബ്സ്ക്രിപ്ഷൻ, ട്രേഡിംഗ് ക്യാപിറ്റൽ $250 ഉണ്ട്. $100 സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ $1000 വരെ ഒരു ദിവസം ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പം ടോട്ടൽ എത്ര? 100ഉം 250 $350 ഉണ്ട്. $350 കയ്യിലുണ്ട്. ഇവിടെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് NFT ഓരോരുത്തർ പർച്ചേസ് ചെയ്ത് വില കൂടുതലാണ് വന്നെന്ന് വെക്കുക. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് $224 ഒക്കെ വിലയുള്ള NFT അവിടെ അവൈലബിൾ ആകുന്ന, കമ്മ്യൂണിറ്റി കൂടുന്നതനുസരിച്ച് അവൈലബിൾ ആകുന്ന സമയത്ത് അദ്ദേഹത്തിന് അങ്ങനെയുള്ളത് വാങ്ങാം. അങ്ങനെയുള്ളത് വാങ്ങിയാൽ തന്നെ വെറും $250 എങ്കിലും ക്യാപിറ്റൽ, ഇതിൽ കുറവാണെങ്കിലും മതി, കുഴപ്പമില്ല. $100 ഇപ്പം $50 ക്യാപിറ്റൽ ആണെങ്കിലും അതിനനുസരിച്ചുള്ള വാങ്ങാം. പക്ഷെ പല പ്രാവശ്യം വാങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ പോലും ഒരു ദിവസം ഇത്രയും പ്രോഫിറ്റ് ഒരു $23 അല്ലെങ്കിൽ $30 ഒരു ദിവസത്തെ പ്രോഫിറ്റ് അദ്ദേഹത്തിന് കിട്ടും. കാരണം സബ്സ്ക്രിപ്ഷന്റെ അക്കോർഡിംഗ്ലി ട്രേഡിംഗ് ലിമിറ്റ് നമുക്ക് കൂടുന്നുണ്ട്. അതിന്റെ അനുസരിച്ച് നമുക്ക് പ്രോഫിറ്റും കൂടുതൽ കിട്ടും. ഇനി അടുത്ത ഒരു ചാർട്ടോടെ നമുക്ക് നോക്കാം. ഇവിടെ $500 സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെന്ന് വെക്കാം. $500 സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ $5000 വരെ ഒരു ദിവസം ട്രേഡിംഗ് ആണ്. ക്യാപിറ്റൽ ആയിട്ട് $250 മാത്രമേ ഉള്ളൂ എന്ന് വെക്കാം. അപ്പൊ ടോട്ടൽ എത്ര? $750. ഇവിടെ NFT അവൈലബിൾ ഉള്ളതാണ് വാങ്ങേണ്ടത്. എക്സാമ്പിൾ, കൂടുതൽ കമ്മ്യൂണിറ്റി വരുന്ന സമയത്ത് ഈ വില കൂടിയ NFTകൾ അവിടെ കാണും. അതായത് 250 താഴെയുള്ള NFTകൾ 250 വരെ ആകുമ്പോൾ ബേൺ ആകും. അപ്പൊ അങ്ങനെയുള്ളത് വാങ്ങിയാൽ തന്നെ 12 പ്രാവശ്യം ബൈ ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിന് $2695 മാത്രമേ ആകുന്നുള്ളൂ. അപ്പൊ തന്നെ $80 ഇവിടെ പ്രോഫിറ്റ് ആയി. പക്ഷെ അദ്ദേഹത്തിന് ക്യാപിറ്റൽ വീണ്ടും ഉണ്ട്. $2300 5000 വരെയാണ് ക്യാപ്പിംഗ്. 2300 വീണ്ടും ക്യാപ്പിംഗ് കിടക്കണം. അപ്പൊ ഇവിടെ നിന്ന് വീണ്ടും ഇത്ര 13, 14, 15 എന്നുള്ള വീണ്ടും വാങ്ങുന്നു. അങ്ങനെ ഒരു 22 പ്രാവശ്യം വരെ ഇതേ വിലക്കുള്ളത് വാങ്ങിയാൽ തന്നെ ഒരു ദിവസം $250 കയ്യിലുള്ള ഒരു വ്യക്തിക്ക് $148 ഒക്കെ പ്രോഫിറ്റ് എടുക്കാനും പറ്റും. അപ്പൊ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം ഇത്രയും മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാനിവിടെ എല്ലാവരെയും ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം. അൺമ്യൂട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. കാരണം ഞാനും ആദ്യമായിട്ടാണ് ഈ ഒരു സൂം എടുക്കുന്നത്. PDF ഒക്കെ തയ്യാറായെങ്കിലും അവർ നമ്മളോട് പറഞ്ഞതനുസരിച്ച്, എന്നെ ഒരു ഗൂഗിൾ മീറ്റിലാണ് എന്നെ കണക്ട് ചെയ്തത്. അപ്പൊ അവർ പറഞ്ഞതനുസരിച്ചാണ് ഒരു PDF എന്റെ തന്നത്. ആ PDF കണ്ടാൽ തന്നെ നമുക്ക് വലിയ അട്രാക്ഷൻ തോന്നുന്നില്ല. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെന്ന് മാത്രമായിരുന്നു. ഓക്കെ, ഞാനിപ്പോ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 332 പേരോളം ഇപ്പൊ നമുക്ക് ലൈവായിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യാം. അൺമ്യൂട്ട് ചെയ്തിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. നമസ്കാരം. നമസ്കാരം സാർ, പറഞ്ഞോളാം. ഞാൻ ഒരു സംശയം, ഇതിനകത്ത് ആദ്യം പറഞ്ഞല്ലോ സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തി $15 എടുക്കാൻ ഒക്കത്തോളെന്ന് പറഞ്ഞു. അതെ 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 അതെ. $50 ഇപ്പൊ ഞാൻ ചേർന്നെന്ന് വെച്ചു. അപ്പം എനിക്ക് $50 സബ്സ്ക്രിപ്ഷൻ ആദ്യം എടുക്കാൻ പറ്റും? ഇല്ല, എടുക്കാൻ പറ്റത്തില്ല. ആദ്യം ഏതൊരു വ്യക്തി ഇതിനകത്ത് $15 സ്റ്റാർട്ട് ചെയ്യുന്നത്.
$15 സ്റ്റാർട്ട് ചെയ്തിട്ട് സാറിന് ഇപ്പൊ $250 വരെ ട്രേഡ് ചെയ്യാൻ പറ്റും. സാറിന് പക്ഷെ കുറച്ചുകൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സാർ 50ന്റെ എടുക്കും. അപ്പൊ ആ 250 പ്ലസ് 250 ചേർത്ത് 500 ടോട്ടൽ കിട്ടുന്നത്. സംശയം ഇതാണ്, എനിക്ക് ആദ്യം 50 കപ്പ് എടുക്കാനോ ഇല്ല ഇല്ല പറ്റത്തില്ല. സാറിന്റെ പറ്റത്തില്ല. 15 കഴിഞ്ഞ് 250 ശേഷം പിന്നെ 50 എടുക്കാവും, അങ്ങനെയാണോ? അല്ല 250 വരെ വേണമെന്നില്ല. സാറിപ്പം 15ന്റെ മേടിച്ചു. 15ന്റെ മേടിച്ചപ്പോൾ സാറിന് 250 വരെ ചെയ്യാൻ പറ്റുള്ളൂ. സാറ് ട്രേഡ് ചെയ്തില്ല. പക്ഷെ സാറിന് അടുത്ത കുറച്ചുകൂടെ കൂടുതൽ വേണം. സാറിന് ഓൺ ദ സ്പോട്ടിൽ തന്നെ അപ്ഗ്രേഡ് ചെയ്യാം. അവിടെ തന്നെ അങ്ങനെ 50ലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അപ്പൊ 50ൽ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ സാറിന് എത്ര $65 പോകുന്നുണ്ട് കയ്യിന്നപ്പോ സബ്സ്ക്രിപ്ഷൻ ആയിട്ട്. പക്ഷെ സാറിന് അപ്പൊ ടോട്ടൽ 500 വരെ കിട്ടത്തുള്ളൂ. അല്ലാതെ ആദ്യത്തെ 250 പിന്നീട് 500 കൂടെ ചേർത്ത് 750 അല്ല കിട്ടുന്നത്. നമുക്ക് 500 ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ $65 സബ്സ്ക്രിപ്ഷൻ നമുക്ക് ടോട്ടൽ ചെലവ് വരും. ആ ലെവലില് സബ്സ്ക്രിപ്ഷൻ ബൈ ചെയ്യാൻ ഒക്കത്തുള്ളൂ. അതെ 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 അതെ. അല്ലാതെ ഫസ്റ്റില് ജോയിൻ ചെയ്ത ഒരു വ്യക്തിക്ക് ഡയറക്റ്റ് കയറി 100 പർച്ചേസ് എടുക്കാൻ ഒക്കത്തില്ല. ഇല്ല ഇല്ല ചെയ്യാൻ പറ്റത്തില്ല. കറക്റ്റ്. ഇത് അതിന്റെ കാരണം ഇതാണ് സാർ. ഇപ്പൊ ആളുകൾ വലിയ NFT അല്ലെങ്കിൽ കൂടുതൽ വിലക്കുള്ളത് മേടിക്കാൻ അവിടെ പറ്റത്തില്ല. കാരണം ഗ്രാജുവലി ഇത് ഗ്രോ ആയി വരികയാണ്. 25 ഇത് തുടങ്ങുന്നത്. അത് കമ്മ്യൂണിറ്റി കൂടുന്നതനുസരിച്ച് ഇതിന്റെ വിലയിൽ കൂടി വരും. ആ സമയത്താണ് ആളുകൾ കൂടുതൽ. നമ്മളിപ്പോ ആദ്യം ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ 15ന്റെ എടുക്കുക. 15ന്റെ അടുത്ത് നമുക്ക് 250 വരെ. ഇനി കൂടുതലുണ്ട്. കമ്മ്യൂണിറ്റി കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്നേരം 50ന്റെ എടുത്ത് ആ സമയത്ത് എടുത്താൽ മതി. കമ്മ്യൂണിറ്റി കൂടുന്നതനുസരിച്ച് 50ന്റെ 100ന്റെ ഒക്കെ എടുത്ത് നമുക്ക് കൂടുതലാക്കാം. വിഡ്രോവലിന്റെ ഒരു സെക്ഷനേ ഇതിനകത്ത് ഇല്ല. നമ്മുടെ സെല്ലാകുന്ന പറഞ്ഞാൽ ഓൺ ദ സ്പോട്ട് നമ്മുടെ ക്യാപിറ്റലും പ്രോഫിറ്റും കൂടെ നമ്മുടെ വാലറ്റിലേക്ക് ഡയറക്റ്റ് വരിക. വിഡ്രോ എന്ന് പറഞ്ഞൊരു സെക്ഷനേ ഇല്ല ഇവിടെ. ഒരു ഫീസ് ഇല്ല അഡീഷണൽ. നമ്മൾ OPBNB ഒരു സംശയം കൂടെ പറഞ്ഞു സാറേ. ഈ 15ന്റെ സബ്സ്ക്രിപ്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു സെർട്ടൺ ഡേയ്സ് കഴിയുമ്പോൾ കമ്പൽസറി ആയിട്ട് നമ്മൾ 50 മാറണമെന്ന് ഇല്ല. അങ്ങനെ ഒന്നുമില്ല. പക്ഷെ നമ്മള് ഒരു പ്രാവശ്യം 50ന്റെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ 15ന്റെ എടുക്കാൻ പറ്റത്തില്ല. പോകാൻ പറ്റില്ല. പക്ഷെ 15ല് നമുക്ക് ലൈഫ് ടൈം വരെ പോകാം. അത് 50ന്റെ നിർബന്ധം വരില്ല. ഇല്ലില്ല. അങ്ങനെ ഒരു കമ്പൽസറി ഇല്ല ഇതിനകത്ത്. ഒരു കമ്പൽസറി ഇല്ല. ഓക്കെ ശരി. കാരണം ചില പ്ലാറ്റ്ഫോമുകളിൽ അടുത്ത് ട്രേഡ് ചെയ്യണമെങ്കിൽ അടുത്ത സബ്സ്ക്രിപ്ഷനിലേക്ക് മാറണമെന്ന് പറഞ്ഞിട്ട് ഒരു കമ്പൽസറി വരും. ഇല്ല അങ്ങനെ ഇല്ല. നമുക്ക് ആ റേഞ്ചിനകത്തുള്ള NFT ഏതാണ് വില 250 വരെ പോകത്തുള്ളൂ. നമുക്ക് പക്ഷെ 500 വരെ ക്യാപ്പിംഗ് ലിമിറ്റ് ഉണ്ട് 50ന്റെ എടുക്കുമ്പോൾ. അപ്പൊ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് നിർബന്ധം ഇല്ല വരത്തില്ല. ഇത് ഓൾറെഡി ഇതിനകത്ത് കോൺട്രാക്റ്റിൽ എഴുതിയിട്ടുള്ള അതിടയ്ക്ക് ഒരു മാറ്റം ഇതിനകത്ത് വരുത്താൻ പറ്റത്തില്ല. ഓൾറെഡി ഇത്രയും ഫിക്സ് ആയിരിക്കുന്നത് ഒട്ടും മാറ്റം വരത്തതില്ല. ഇനി അതിനകത്ത് NFT കമ്മ്യൂണിറ്റി കൂടുമ്പം $25 NFT എന്നുള്ളത് ഒരുപക്ഷെ $50 NFT വരാൻ ചാൻസ് ഉണ്ട്. 25ന്റെയും കാണും. അപ്പൊ 50ന്റെയും കൂടെ വന്നെന്നിരിക്കാം ബേസ് ആയിട്ടുള്ളത്. അത് കുറച്ചുകൂടെ ഈസി ആവും. നമുക്ക് ട്രേഡ് കുറച്ച് ചെയ്താൽ മതി. നമ്മളിപ്പോ വാങ്ങുന്നത് ആദ്യ സമയമാകുമ്പോ ഏതൊരു മാർക്കറ്റ് ആണെങ്കിലും ക്ലച്ച് പിടിക്കാൻ 1 മാസം പിടിക്കും. ഒരു മൂവ്മെന്റ് ആളുകളൊക്കെ അറിഞ്ഞു തുടങ്ങണം. ഇതിന്റെ പ്രോഫിറ്റ് എത്രയാണെന്ന് മനസ്സിലാക്കണം. പിന്നെ ഇപ്പൊ വലിയ ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമുകളൊക്കെ വന്നത് കൊണ്ട് ആളുകൾക്ക് വലിയ പൈസ കൊണ്ടിട്ട് വലിയ ലാഭം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും കൊണ്ടിടുന്നത്. പക്ഷെ അവിടെയൊക്കെ നമുക്ക് അബദ്ധങ്ങൾ പറ്റിയ ചരിത്രങ്ങളേ ഉള്ളൂ. നമ്മള് അപ്പൊ അതുകൊണ്ട് അല്ല സാർ, ഇത് ഈ മഹാരാഷ്ട്ര ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ടീമാണ്. അവരിങ്ങനത്തെ കുറെ പ്ലാറ്റ്ഫോം അവരുടെ ഓൾറെഡി റണ്ണിങ് ആണ് മാർക്കറ്റിൽ പല രീതിയിലുള്ളത്. എല്ലാം സ്മാർട്ട് കോൺട്രാക്റ്റുകളാണ്. അപ്പം ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് എന്നെ ഒരു സുഹൃത്താണ് പറഞ്ഞത്. ബോംബെക്കാരനാണ്. അങ്ങനെ വന്നപ്പോഴും ഞാനിത് പ്ലാൻ കേട്ടപ്പോൾ നല്ലതാണ്. അപ്പൊ അവര് ഓരോ സമയങ്ങളിൽ വേറെ പ്ലാറ്റ്ഫോം പലയിടത്തും ഓടുന്നുണ്ട് സാർ. ഇപ്പം നമുക്ക് തന്നെ അറിയാം NFT പല പ്ലാറ്റ്ഫോമുകളുണ്ട്. അത് സ്മാർട്ട് കോൺട്രാക്റ്റിലുള്ള കുറെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളുണ്ട്, NFT പ്ലാനുകളുണ്ട്, ROI പ്ലാനുകളുണ്ട്, സ്റ്റേക്കിംഗ് പ്ലാനുകളുണ്ട്. ഇതെല്ലാം ഓരോരോ ക്രിയേറ്റേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതാണ്. അവർ ഡെവലപ്പ് ചെയ്തിട്ട് ബ്ലോക്ക് ചെയിനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം കമ്മ്യൂണിറ്റി ക്രിയേഷനിലൂടെ മാത്രമേ ഏതൊരു സിസ്റ്റം വിജയിക്കത്തുള്ളൂ. അല്ലാതെ ഒരു മണി ജനറേഷൻ അഡീഷനിലൂടെ വരുന്നില്ല. ട്രേഡ് ചെയ്തുള്ള അല്ലെ നമുക്ക് ഫോറക്സിൽ ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ക്രിപ്റ്റോ ട്രേഡ് ചെയ്ത് തരിക എന്ന് പറയുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90% മണി റോളിംഗ് ആണ് അവിടെ നടക്കുന്നത്. ഒരു സമയത്ത് അതൊക്കെ കൊളാപ്സ് ആകും. ഇവിടെ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ഗ്രാജുവലി കൂടിയാൽ മതി. പെട്ടെന്ന് കൂടിയിട്ട് കുറേയല്ല. ഇതിന്റെ ചെറിയ കൂടിയാൽ മതി. നമുക്ക് ഒരു മാസം കൊണ്ട് ഇതിനകത്തൊരു 100-200 പേര് കിട്ടിയെന്ന് പറഞ്ഞാലും ഇവർ പറയുന്ന ഇതാണ്, നമുക്കൊരു 200 പേര് മാത്രമേ ഈ സിസ്റ്റത്തിൽ ഉള്ളെങ്കിൽ പോലും ഈ ഒരു സിസ്റ്റം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. 200 പേര് മാത്രം ഉള്ളെങ്കിൽ അവരുടെ പല പ്രൊജക്ടുകൾ ഇതിലും വ്യത്യസ്തമായിട്ടുള്ള പല പ്ലാനുകൾ ഇപ്പോഴും വളരെ സക്സസ് ആയിട്ട് ഓടുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ അവർക്ക് ഓരോ ട്രേഡും ചെറിയ ലാഭം കിട്ടുമ്പം അത് ഫ്യൂച്ചറിൽ കമ്മ്യൂണിറ്റി കൂടുമ്പോൾ അവർക്ക് വലിയ ലാഭമായിരിക്കും സാർ കിട്ടുന്നത്. ആദ്യ സമയത്ത് അവർക്കറിയാം ഒരു സിസ്റ്റം. നമ്മളിപ്പോ ഒരു മാവിന്റെ തൈ അല്ലെങ്കിൽ തെങ്ങിന്റെ തൈ വെക്കുമ്പം അത് നമ്മൾ കുറെ കഴിയുമ്പോഴാണല്ലോ അതിനകത്ത് മാങ്ങയൊക്കെ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. അവരങ്ങനെ ഒരു പ്രതീക്ഷയിലാണ്. ടെക്നോളജി ആണല്ലോ ഇത്. അപ്പൊ അങ്ങനെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത്
അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കമ്മ്യൂണിറ്റി കൂടുന്നതനുസരിച്ച് നമുക്കും അതിന്റെ ബെനിഫിറ്റ് ഉണ്ട്. നമുക്ക് കമ്മ്യൂണിറ്റി കൂടുന്നതനുസരിച്ചാണല്ലോ ഏതൊരു സിസ്റ്റം ഡെവലപ്പ് ആകുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാകും. അതാണ്. പിന്നെ നമ്മുടെ പൈസ ആരും തട്ടിക്കൊണ്ട് പോകുമെന്ന് പേടിക്കേണ്ട. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മൾ തേർഡ് പാർട്ടിക്ക് അല്ലെങ്കിൽ ഇവരുടെ വാലറ്റിലേക്ക് ഫണ്ട് ആഡ് ചെയ്ത് വെച്ചു, നമ്മൾ അവിടുന്ന് വിഡ്രോ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ന് ഫീസ് മേടിക്കുന്നു, അങ്ങനെയൊന്നുമില്ല. ഇവിടെ നമ്മുടെ വാലറ്റിൽ തന്നെ വെക്കുന്നു. എപ്പോഴാണോ നമ്മൾ NFT ബൈ ചെയ്യുന്നത് ഓൺ ദ സ്പോട്ട് നമ്മുടെ വാലറ്റിൽ നിന്ന് അത് കട്ടാകും. നമുക്ക് കാണിക്കുക, നമ്മൾ അപ്രൂവൽ മാത്രം കൊടുത്താൽ മതി അവിടെ.